ഇനി കാണിക്കുന്നത് നമ്മുടെ വില്ലനെയാണ്. അവൻ തന്നെത്താനെ ഒരു ദൈവമാണെന്നും ഈ ലോകത്തെ രക്ഷകനാണെന്നും പറഞ്ഞ് നടക്കുന്നവനാണ്. എന്നാൽ ആൾക്ക് വയസ്സായി വയ്യാണ്ട് കിടക്കുമായിരിക്കും. അവന്റെ അതേ ഗ്രന്ഥി, അതായത് പാൻക്രിയാസ് മാറ്റിവെച്ചിട്ടുണ്ടാകും. ഫസ്റ്റ് സീൻ കാണിക്കുന്ന ആ മനുഷ്യന്റെ ഓർഗൻ തന്നെയാണ് ഇയാൾക്കും കിട്ടുന്നത്. ഇവിടെ ഇങ്ങനെ അപ്പം മരിക്കാൻ കിടക്കുകയാണ്. ഫുൾ സ്വത്ത് നമുക്കിനി കിട്ടുമെന്ന് പറഞ്ഞ് മകൾ സന്തോഷത്തോട് ഫോൺ വിളിച്ച് ചിറ്റപ്പനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ദേ ഒരു കുഴപ്പവുമില്ലാതെ ആരോഗ്യത്തോടെ എണീറ്റ് വരുന്നു. അപ്പച്ചൻ്റെ കയ്യിലും ഒരു ടാറ്റു കാണിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നു. അവളുടെ അച്ഛൻ ഒരു കരാട്ടെ സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണാൻ കരോട്ടയാണോ എന്നൊന്നും പറയത്തില്ല, എന്തോ ഒരു ഡാൻസ് കളിക്കുന്ന പോലെയുണ്ട്. ഇപ്പോൾ ഹീറോയിൻ പിന്നെയും അച്ഛ എനിക്ക് റണ്ണിങ് കോമ്പറ്റീഷന് പോകണമെന്ന് പറഞ്ഞ് കിണുങ്ങും. അച്ഛൻ സമ്മതിക്കില്ല. ക്ലാസ് എല്ലാം കഴിഞ്ഞ് അവർ പോകുമ്പോൾ ഒരു കൊച്ചു മാത്രം പഞ്ചിങ് ബാഗിൽ ചവിട്ടിക്കൊണ്ടിരിക്കും. അത് കാണുന്ന ഹീറോയിൻ, ഇത്ര നാളെ ട്രെയിനിങ് എടുത്തിട്ട് ഈ കുഞ്ഞു പഞ്ചിങ് ബാഗ് നിനക്ക് ചവിട്ടാൻ അറിയില്ലേ എന്നും പറഞ്ഞാൽ ഹീറോയിൻ വന്ന ഒറ്റ ചവിട്ടി ചവിട്ടുന്നു. ചവിട്ടിയ ചവിട്ടിന് അത് സീലിംഗ് വരെ പൊളിച്ചുകൊണ്ട് പോകുന്നു. സൗണ്ട് കേട്ട് അച്ഛൻ ഓടി വന്ന് ഇതാരാടാ ഇത് ചെയ്തേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ, ഇത് ഞാനല്ല അച്ഛ, ഇവനാ എന്നും പറഞ്ഞ് കൊച്ചിനെ നേർക്ക് കൈ ചൂണ്ടുന്നു. കൊച്ചും ഞാനാ ചെയ്തേ എന്ന് പറഞ്ഞ് പോസ് കൊടുക്കുന്നു. ഇത് കഴിഞ്ഞ് ഹീറോയിൻ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഫോൺ നോക്കിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ അച്ഛൻ ഫ്രണ്ടിനെ കാണുമ്പോൾ പിന്നെയും ഓടാൻ തുടങ്ങരുത് എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കും. അപ്പോഴായിരിക്കും ഹീറോയിനും തട്ടിയിട്ട് കുറച്ച് പിള്ളേർ ഓടുന്നത്. ഇത് കാണുന്ന ഹീറോയിന് ഓടാൻ കൊതി തോന്നുന്നു. വലിയൊരു കയറ്റം തന്നെ ഹീറോയിൻ ഓടിക്കയറുന്നു. കയറ്റം കഴിയുമ്പോൾ അവൾ ഇങ്ങനെ പറക്കാൻ തുടങ്ങുന്നു. അവളുടെ കയ്യിലെ ടാറ്റു തിളങ്ങുന്നുണ്ടാവും. അവൾക്ക് അവളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ താഴെ ഒരു വാൻ നിൽക്കുന്നതിൽ പോയി ഇടിച്ചു നിൽക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോയിന് ഒരു സൂപ്പർ പവർ ഉണ്ടെന്ന് മനസ്സിലാവുന്നു.